ആടുജീവിതം ദ ഗോഡ് ലൈഫ് സക്സസ്ഫുള്ളി റണ്ണിങ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സക്സസ്ഫുള്ളി റണ്ണിങ് ആണ് ഇതിൻ്റെ കോൺട്രവേഴ്സീസും. ഒന്നിൻ്റെ മുകളിൽ അങ്ങനെ കോൺട്രവേഴ്സീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആട് കോൺട്രവേഴ്സിയായി, നജീബ് കോൺട്രവേഴ്സിയായി, ബെന്യാമിൻ കോൺട്രവേഴ്സിയായി, അയാൾ എഴുതി വെച്ചത് കോൺട്രവേഴ്സിയായി, സിനിമ എടുത്തത് കോൺട്രവേഴ്സിയായി. ആകെ മൊത്തം എവിടുന്നാണ് ഈ സിനിമ റിലേറ്റഡ് ആയിട്ട് കോൺട്രവേഴ്സി വരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയായി. ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരുപോലെ കൈയടിച്ചത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ എഫേർട്ടാണ്. ഓക്കെ, താൻ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ ആണല്ലോ ചെയ്യാൻ പോണേന്ന് വരുമ്പോൾ ഏതൊരു നടനും ആ റിയൽ ലൈഫ് ക്യാരക്ടർ ഇപ്പോൾ എവിടെ, അയാളുടെ ആട്രിബ്യൂട്ട്സ് എന്താ, അയാളുടെ മൈന്യൂട്ടായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യും, അയാൾ എന്താണ്, അപ്പിയറൻസ് എന്താണ്, ഇതെല്ലാം ജസ്റ്റേഴ്സ് എല്ലാം നോക്കും. ഓക്കെ, ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് അതൊരു അഡ്വാൻറ്റേജാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, അത് കോപ്പി അടിച്ച് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ നോക്കുമായിരിക്കും. പക്ഷെ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ വിഷയം, ബ്ലസ്സി പറഞ്ഞു കൊടുത്തതിലൂടെ മാത്രമാണ് നജീബിനെ പൃഥ്വിരാജിനെ അറിയുന്നത്. ഓക്കെ, പിന്നെ ഇതുവരെ ഇപ്പോൾ നോർമലായിട്ടൊരു ഡേ ടു ഡേ ലൈഫിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തി, അത് എന്തോ ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം നമ്മളെ കണ്ണിൽ കാണുന്ന ഒരു ലൈഫ്, അതായത് ഇപ്പോൾ ടീച്ചറാവാം, ബാങ്ക് ഉദ്യോഗസ്ഥനാവാം, ഓട്ടോക്കാരനാവാം, അങ്ങനെ പെയിൻറ്റ് പണിക്ക് പോകുന്ന ഒരാളാവാം, അല്ലെങ്കിൽ എന്നെ പോലെ ചിലപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരാളാവാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഒരു റിയൽ ലൈഫ് സാധനം ഇപ്പോൾ ഒരു നടനോട് ചെയ്യാൻ പറഞ്ഞാലും അയാൾക്ക് പെട്ടെന്ന് അത് കണ്ടുപരിചയമുള്ളൊരു സംഗതിയാണ്. ഓക്കെ, അല്ലെങ്കിൽ അനുഭവിച്ച ആളുകളുടെ എണ്ണം കൂടുതൽ, അതായത് ഇങ്ങനത്തെ ലൈഫിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും. ഈ മരുഭൂമി പെട്ട ആട് പോലെ ജീവിക്കുന്ന ഒരു ക്യാരക്ടറിനെ, അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ എങ്ങനെ ഇയാൾ കാണാതെ അങ്ങോട്ട് അഭിനയിച്ച് നമ്മളിലേക്ക് ആ സാധനം ഇമ്പാക്റ്റ് ചെയ്യും. കാരണം ബ്ലസ്സിനി എത്ര എടുത്താലും, ഈ സിനിമയിൽ എത്ര ടെക്നിക്കൽ സാധനങ്ങൾ അടിപൊളിയാക്കിയാലും, AR റഹ്മാൻ നല്ല ഞാരും ഒന്ന് മ്യൂസിക് ചെയ്താലും, നജീബായിട്ട് അഭിനയിക്കേണ്ട പൃഥ്വിരാജല്ലേ. അയാൾ കൃത്യമായിട്ട് ഡെലിവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പടം പൊട്ടും. പക്ഷെ ഇവിടെ അത് കൃത്യമായി നടന്നു. ട്രാൻസ്ഫോർമേഷൻ, ലൈറ്റ്, ഇങ്ങനെ കണ്ടങ്ങനെ നമ്മൾ വിങ്ങും, നമ്മൾ അങ്ങനത്തെ സാധനം. അപ്പോൾ അത്രയും കിടിലനായിട്ടൊരു മനുഷ്യൻ ചെയ്തു വെക്കുമ്പോൾ, ഞാൻ പറയുന്നത് ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ഒരാളിട്ട എഫേർട്ടിനൊരു ചെറിയൊരു, കാരണം അയാൾ ആ ഒരു 30 കിലോ കുറച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ അത് വെയിറ്റ് കൂട്ടി കുറയ്ക്കുന്നവർക്കും, അല്ലെങ്കിൽ നമ്മളത് ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു ഗതികേട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ 2 പേരുടെ വീഡിയോ ആണ് വെക്കുന്നത്. ഒന്ന് നമ്മുടെ മറുനാടൻ മലയാളി സാജൻസ്ക്ക് അറിയാം. മൂപ്പര് സിനിമ കണ്ടിട്ട് മൂപ്പർക്ക് കുറേ കാര്യങ്ങൾ മൂപ്പര് പറഞ്ഞു, മൂപ്പരുടെ എക്സ്പെക്റ്റേഷൻ ഒത്ത് വന്നില്ല എന്നുള്ളത്. അതൊന്നും ഒരു ലൈക്ക് ഐ റെസ്പെക്റ്റ്, ബിക്കോസ് എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ. എല്ലാ സിനിമയും അങ്ങനെയാണ്. ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പോൾ അങ്ങനെ തന്നെയാണ് ആ വിഷയം. അതൊക്കെ റെസ്പെക്റ്റോടുകൂടി തന്നെ കാണുന്നു. പക്ഷേ ഈ പൃഥ്വിരാജിൻ്റെ അഭിനയത്തിനെ കുറിച്ചുള്ള മൂപ്പര് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് നജീബായി മാറിയിരിക്കുന്ന പൃഥ്വിരാജിന്റെ അഭിനയം, പണ്ടൊക്കെ എൻ്റെയൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ ഞാനൊക്കെ ഒരുപാട് ഫാൻസി ഡ്രസ്സ് നടത്തിയിട്ടുണ്ട്. അത്തരം ഫാൻസി ഡ്രസ്സ്, ഒരു നാടകം, ഇത് രണ്ടും ചേരുന്നതായാണ് എനിക്ക് തോന്നിയത്. എൻ്റെ തോന്നലാണോ ഇത് മഹത്തായ അഭിനയമാണെന്ന് പറയുന്നത് എനിക്ക് കഴിയില്ല. ഈ റോൾ അഭിനയിച്ചിരുന്നത് ഫഹദ് ഫാസിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മമ്മൂട്ടി ആയിരുന്നെങ്കിൽ ഭയങ്കര സംഭവമായേനെ, ഒരു സംശയവും വേണ്ട. ഇത് അഭിനയം കൂടിപ്പോയി. അതായത് ബോധപൂർവ്വം നാടകത്തിൽ അഭിനയിക്കുന്നത് പോലെ അങ്ങ് നാടകീയമായ ശബ്ദത്തിലും വേഷത്തിലും അംഗചലനത്തിലും ഒക്കെ മാറ്റം വരുത്തി അങ്ങ് വല്ലാതെ വൃത്തികേടാക്കി എന്ന് പറയേണ്ടി വരും. അത് മാത്രമല്ല, ഈ 35 കിലോ കുറച്ചു എന്നതൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷെ ഒടുവിൽ അദ്ദേഹം ഉടുപ്പെല്ലാം ഊരി കുളിക്കാൻ പോകുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ കണ്ടപ്പോൾ മനസ്സിലായി ശരീരത്തിൽ വലിയ കുറവുണ്ടായെന്ന്. ആ ഒരു സീൻ മാത്രമാണ് അത് ബോധ്യപ്പെടുത്തുന്നത്. അതിനുവേണ്ടി മാത്രമേ 35 കിലോ കുറച്ച് പട്ടിണി കിടക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. കാരണം ഈ വേഷവും താടിയും മുഖത്തെ കറുത്ത പെയിന്റും ഒക്കെ യഥാർത്ഥത്തിൽ ആ വേഷപരിവേഷത്തിന് സഹായകരമാണ്. അതിനുവേണ്ടി ഇത്രയേറെ വേഷം കെട്ടേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാജൻസ്ക്ക് അറിയാന്ന് പറഞ്ഞ പ്രേക്ഷകന് പൃഥ്വിരാജിന്റെ അഭിനയം ഭയങ്കര ഡ്രമാറ്റിക് ഫീലാണ് കൊടുത്തത്. ഡ്രമാറ്റിക് മാത്രമല്ല, ഓവറായിട്ട് അഭിനയിച്ച് വെച്ച പോലത്തെ ഒരു ഫീലിംഗ് കൊടുക്കുന്നു. പൃഥ്വിരാജിന് പകരം ഫഹദ് ഫാസിലാണെങ്കിൽ അടിപൊളി. ഇതാണ് മൂപ്പര് പറഞ്ഞത്. ഓക്കെ, മൂപ്പര് എന്ന പ്രേക്ഷകൻ പൈസ കൊടുത്ത് മൂപ്പര് ടിക്കറ്റ് എടുത്ത് പടം കാണുന്നു. മൂപ്പരുടെ പെർസ്പെക്റ്റീവിൽ മൂപ്പർക്ക് സംസാരിക്കാം. അപ്പം ഞാനും അങ്ങനെ തന്നെയൊക്കെയാണ് സിനിമ റിവ്യൂസ് ചെയ്യാറ്. പക്ഷെ ഇതിൽ പറഞ്ഞ ഒരു കാര്യം, അതായത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സീന്, 30 കിലോ കുറച്ചത് ആ ഒരൊറ്റ സീനിന് വേണ്ടിയാണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഉത്തരം. ഒരു സീനിന് വേണ്ടി 30 കിലോ ഭാരം, ദേഹത്തിൻ്റെ ഭാരം കുറച്ച പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ, അവിടെ നിങ്ങൾ ബാക്കി പറഞ്ഞ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ ക്രിട്ടിസൈസ് ചെയ്യാൻ തോന്നിയ കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ഡൗട്ടുകളോ ഒക്കെ ഇല്ലാതാവുന്നത് ആ ചോദ്യത്തിലാണ്. ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരം കിടക്കുന്നുണ്ട്. ഒരു സീനിന് വേണ്ടി ഒരു മനുഷ്യൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൗ ഡെഡിക്കേറ്റഡ് ഹീ എന്നാണത്.
അല്ലേ? ആ നടൻ്റെ ഡെഡിക്കേഷനാണത്. ഒരു സിനിമയിൽ ആ ഒരു സീനിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ആ സീൻ മാത്രമാണ് അങ്ങനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സീനിന് വേണ്ടി മാത്രം ആ മനുഷ്യൻ അത്ര എഫേർട്ട് എടുത്തു. ഇത് എടീ ജീവൻ പോണ കേസാണ്. ഞാനും ട്രാൻസ്ഫോർമേഷൻ ചെയ്ത ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 118 കിലോ എന്നാണ് ഞാൻ 40 കിലോ എത്തിയത്. ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യമാണ്. പക്ഷെ അത് സിനിമയിൽ അഭിനയിക്കാനോ കാര്യത്തിനോ ഒന്നും ആയിരുന്നില്ല എന്നേ ഉള്ളൂ. അന്നത്തെ ഒരു മൂഡിന്, ഒരു മൈൻഡിന് ഈ പറഞ്ഞ ബോഡി ഷെയ്മിങ് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായപ്പോൾ ഇനി വേറെ വഴിയില്ല. ചാവണേക്കാൾ നല്ലത് എന്താ, തടി കുറച്ച് വാശിക്ക് കാണിച്ചു കൊടുക്കുക. അത്രയും ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഫേസിലൂടെ പോകുമ്പോഴാണ് നിങ്ങൾക്ക് എന്താ പറയുക, ട്രാൻസ്ഫോർമേഷൻ ഇറ്റ്സ് ഫൈൻ. ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ആയിരിക്കില്ല പൃഥ്വിരാജ് ചെയ്യുന്നത്. പൃഥ്വിരാജിന് ചിലപ്പോൾ കുറച്ചും കൂടിയും ഇത് ടെക്നിക്കലി പറഞ്ഞു കൊടുക്കാനുള്ള ആളുകളും പൈസയും സൗകര്യങ്ങളും ഉണ്ടാവും. പക്ഷേ അയാളുടെ മനസ്സതിന് ബില്ലിങ് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു കാലത്തും നമ്മൾ തടി കുറയില്ല. നമ്മൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഇരിക്കണം. നമ്മളെ തടി കുറയണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഏത് ലോകത്തിൽ ഏത് ട്രെയിനർ വന്നാലും നടക്കുന്ന കേസല്ല. നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കണം. അത് ആ ഒരു സീന് കാണിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സീനിന് വേണ്ടി മാത്രം. എനിക്ക് ഈ സിനിമയിൽ എൻ്റെ ബോഡി കാണിക്കാൻ ആ ഒരു സീനേ ഉള്ളൂ. എൻ്റെ ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നത് ആ സീനിലാണ്. അതെനിക്ക് ബെസ്റ്റ് ആക്കണം, അതിലാളുകളെ കയ്യടി മേടിക്കണം എന്നൊരു നടൻ തീരുമാനിച്ച് കുറയ്ക്കുന്നുണ്ടെങ്കിൽ അത് ആ നടൻ എന്ന നിലയ്ക്ക് അയാളുടെ സക്സസ് ആണ് കാണിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ സാജൻ സ്കറിയയുടെ പോയിന്റുകൾ അങ്ങോട്ട് വെട്ടി നിരത്തിയിട്ടല്ല പറയുന്നത്. ഐ റെസ്പെക്ട് ഹിസ് പോയിന്റ് ബിക്കോസ് പ്രേക്ഷകൻ എന്നുള്ളതിലൊരു ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ പറയുന്ന പോലെ തന്നെയാണ് അവരും പറയുന്നുണ്ടാവുക. ബട്ട് ആ ഒരു സീനിന് വേണ്ടി 30 കിലോ കുറയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് വെച്ചത്. ഇനി ചെകുത്താൻ ബ്ലെസ്സിക്കും പൃഥ്വിരാജൊക്കെ കിടന്ന് വണ്ണം കുറച്ചതിനെ പറ്റിയൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഇവനെന്തിനാ ഈ വണ്ണം കുറച്ചത്? ഇങ്ങനത്തെ കോംപ്രമൈസ് ചെയ്യുന്നിടത്ത് ഭയങ്കര വണ്ണം കുറച്ചു, പട്ടറി കിടന്നു, ഞാൻ അവിടെ നിന്ന് നോക്കിയിരുന്നു ആരാണ്ട് തിന്നുന്നത്, ക്രൂലുള്ളവരൊക്കെ തിന്നുന്നത് ഞാൻ നോക്കിയിരുന്നു, വെള്ളം ഇറക്കുക എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഇന്റർവ്യൂസ്. പൃഥ്വിരാജ് വരുമ്പോഴേ അല്പത്തരത്തിന്റെ ഒരു ഇത് നമുക്ക് തുടങ്ങും. പൃഥ്വിരാജ്, മോഹൻലാല് എന്നാ നടത്തില്ല, ഇവര് വരുമ്പോഴത്തേക്കും അല്പത്തരവാ. ഇവന്മാര് ഇത്ര അല്പന്മാരാണെന്നുള്ളത് ഇവരുടെ ഇന്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാകുന്നത്. തള്ളു അല്പത്തരവും തള്ളു അല്പത്തരം, ഇത് രണ്ട് കോംബോ മോഹൻലാലും പൃഥ്വിരാജും. ഇത്രയും കഷ്ടപ്പാട് അനുഭവിച്ച ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കെ അയാളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഇവൻ ഡയറ്റ് ചെയ്തപ്പോ വിശന്നു എന്നൊക്കെ പറയുന്നതര ഊളെ വേറെ എവിടെയും കാണാൻ കിട്ടത്തില്ല. അല്ല, അങ്ങനത്തെ ഒരു ഊളത്തരം സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന് ചെയ്യാൻ മടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ബോധം വരത്തില്ല. ഇതൊക്കെ വായിക്കുമ്പോഴും പലതും കാണുമ്പോഴും പഠിക്കുമ്പോഴും അറിയുമ്പോഴും ആണല്ലോ നമുക്ക് ബോധം വരുന്നത്. അല്ലെ, പൃഥ്വിരാജിന്റെ ഈ വർത്താനവും ഈ കളിയൊക്കെ കാണുമ്പോൾ എന്തോ മഹത്തായ സിനിമ, പൂർണ്ണമായ രൂപം എന്നൊക്കെയാണ്. പക്ഷെ ഇതിനകത്ത് ഇത്രയും കോംപ്രമൈസ് ആയിട്ട് ഇവൻ മണ്ണം കുറയ്ക്കുന്ന കോംപ്രമൈസ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അവന്റെ ബോധം പിന്നെയും ഇല്ലെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അത് ശരി. അതായത് എഗെയിൻ ഞാൻ പറയുന്നു, ഈ പറഞ്ഞ ചെകുത്താന്റെ ആ ഒരു പെർസ്പെക്റ്റീവ്, ആ വേ ഓഫ് തിങ്കിങ്ങിനും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഇത് സിനിമ കണ്ടിട്ടാണോ പറയുന്നതെന്ന് അറിയില്ല. പല സിനിമകളും ചെകുത്താൻ കാണാറില്ല. അപ്പോൾ ഇത് കണ്ടോന്ന് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. കാരണം ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഈ പൃഥ്വിരാജിൻ്റെ ഈ തടി കുറച്ച കേസിനെ കുറിച്ചിട്ട് അതിൻ്റെ വലിയ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ വളരെ പരമപുച്ഛമായിട്ട് ചെകുത്താൻ ഇരുന്ന് പറയുന്നത് കേട്ടതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതായത് നമ്മളെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, നമ്മളെ ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന കാര്യത്തിന് ഇത്ര പുച്ഛിച്ച് ഇവൻ ഇതിൻ്റെ വലിയ ആവശ്യമുണ്ട്, ഊളത്തരം കാണിച്ചു വെക്കുന്നു, ഇത്ര പുച്ഛിച്ച് കാണിക്കേണ്ട ഒരു ആവശ്യം ഇല്ല ഇവിടെ. അപ്പോൾ ബേസിക്കലി അല്പത്തരം പറയുന്നത് മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും കേസിലേക്ക് വരുമ്പോൾ അത് ചെകുത്താനാന്നുള്ളത് കാണുന്ന വ്യൂവേഴ്സിന് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അവർ പൊട്ട സിനിമയോ പൊട്ട ക്യാരക്ടറോ ആയിട്ട് എല്ലാവർക്കും തോന്നി തുടങ്ങിയ നാട്ടുകാർ മൊത്തം റിയാക്ട് ചെയ്യൂടെ, ഇല്ലെങ്കിൽ പറയൂടെ. അല്ലാതെ ചെകുത്താൻ എന്താ പറയുക, ഒരു പ്രത്യേക അജണ്ട പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില നടന്മാരെ കുറിച്ചിട്ട് ഒന്നും പറയില്ല, ചില നടന്മാരെ കുറിച്ചിട്ട് നന്നായിട്ട് പറയും. അത് ആക്സെപ്റ്റ് ചെയ്യാനും കൂടി പറ്റണം. അത് ആക്സെപ്റ്റ് ചെയ്യില്ല ചെകുത്താൻ. മോഹൻലാലിനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങും, പൃഥ്വിരാജിനെ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങും. അപ്പോൾ ഊളത്തരോ അല്പത്തരോ ആരുടെ മൈൻഡിലായിരിക്കും എന്നുള്ളത് നാട്ടുകാർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റൂലേ. ബേസിക്കലി ഇത്രയേ ഉള്ളൂ സംഗതി. ഒരു നടൻ അയാൾ ഒരു സിനിമയിലെ ഒരു പെർട്ടിക്കുലർ സീനിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി, നിങ്ങൾ ഈ ഞാനിത് ചെകുത്താനോടും അല്ല പറയുന്നത്, സാജൻ സ്കറിയോടും അല്ല പറയുന്നത്, കാണുന്ന പ്രേക്ഷകരോടാണ് പറയുന്നത്. ഒരു നടൻ അയാളുടെ പീക്ക്, കരിയറിൻ്റെ പീക്കിൽ നിൽക്കുകയാണ്. നടൻ എന്നുള്ള നിലയ്ക്കും പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്കും ഡയറക്ടർ എന്നുള്ള നിലയ്ക്കും ഒരു കംപ്ലീറ്റ് സിനിമ പാക്കേജ് എന്നുള്ള നിലയ്ക്ക് അയാളുടെ ഏറ്റവും പീക്ക് ടൈമാണ് ഈ 2015 മുതൽ അങ്ങോട്ട്. ഇനി അത് നോക്കിയാൽ മതി. പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ്റെ നിങ്ങൾ നോക്കി നോക്കും. ഇപ്പം ഈ ഒരു ആട് ജീവിതം വരെ അയാൾ അടിപൊളിയായിട്ട് ഗ്രാഫ് മോളിക്ക് പോയി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മോഹൻലാൽ, മമ്മൂട്ടി എന്ന് പറഞ്ഞ ലെജൻഡുകൾ ഇപ്പോഴും ഇവിടെ സിനിമകളെ ഇറക്കി അടിച്ച് മിന്നിക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ബ്രാൻഡായിട്ട് പൃഥ്വിരാജിന് വരാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളത് മെയിൻറ്റെയിൻ ചെയ്യും. ഇനി നമ്മളെ മലയാള സിനിമയെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഒരു നടൻ വിചാരിച്ച് അയാൾ മുന്നോട്ട് ഇറങ്ങി
അയാളുടെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന, അയാളുടെ ഇൻഡസ്ട്രിയിൽ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ബാക്കി സിനിമകളിൽ അഭിനയിച്ചും പിന്നെയും ഈ സിനിമയ്ക്ക് വേണ്ടി വണ്ണം കുറച്ചും എഫേർട്ട് ഇട്ട് വണ്ണം കൂട്ടി. അത് വണ്ണം കുറച്ച പോലെ തന്നെ ആ സിനിമയിൽ വണ്ണം കൂട്ടിയൊരു കേസും ഉണ്ട്. നിങ്ങൾ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ കേസ് പറയുമ്പോൾ ആ വണ്ണം കുറച്ചതിനെ കുറിച്ചിട്ട് എല്ലാവരും, ഞാനടക്കം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും വണ്ണം കൂടിയതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ സിനിമ തുടങ്ങുന്ന സമയത്ത് നജീബ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര വണ്ണത്തിലായിരിക്കുന്നത്. പൃഥ്വിരാജ് മേ ബി അറൗണ്ട് സം 90-95 kgs കാണും, അല്ലെങ്കിൽ 100 കാണും ചിലപ്പോൾ. ആ ഒരു അത്രയും വണ്ണത്തിൽ ആ ഒരു വണ്ണം വെക്കുക എന്ന് പറഞ്ഞാൽ ആ വണ്ണത്തിൽ നിന്ന് കുറച്ചിട്ട് പിന്നെ ഈ ഒരു 60 കിലോ 65 കിലോയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർലി ഇമ്പോസിബിളാണ് ഒരു മനുഷ്യൻ. അതും ഇത്രയും. ഞാൻ തടി കുറച്ച സമയത്ത് ഞാൻ ചുമ്മാ വീട്ടിലിരുന്ന തടി കുറച്ച, സീരിയസ് ആയിട്ട് ഞാൻ റൂമിലിരിക്കും, ഫുഡ് കഴിക്കില്ല, എൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യും, കഴിക്കുകയാണെങ്കിൽ കുറച്ച് ഫുഡ് കഴിക്കും, പിന്നെയും കുറേ ഗിമിക്കുകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഒന്നും പുറത്ത് പറയാൻ പറ്റില്ല. ഇത്രയും മോശമായിട്ടുള്ള സംഗതികളാണ് കാണിച്ചു കൂട്ടിയത്. ഞാൻ വിചാരിച്ച് മറ്റേ കുത്തിവെപ്പും അതൊന്നും അല്ലടേ, ഫുഡ് റിലേറ്റഡ് ആയിട്ട് തന്നെ കുറച്ച് പൊട്ട ശീലങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഈ സിട്രിക് ആസിഡുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുക, അച്ചാറൊക്കെ കൂടുതൽ വലിച്ചു വാരി തിന്നുക, അങ്ങനെ കുറേ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല ക്യാരക്ടർ പല സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നതിനിടയിൽ ഒരു കൊല്ലത്തിൽ ഇത്ര ടൈം അയാൾ ബാക്ക് ടു ദാറ്റ് നജീബ് എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് വരിക. ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ മാത്രമല്ല, അയാൾ ഫിസിക്കൽ പ്രിപ്പറേഷൻ കൂടി ചെയ്തിട്ടാണ് ഇതിനിടയിൽ കോവിഡ്. സമ്മതിച്ചു കൊടുക്കണല്ലേ, അല്ല ചുമ്മാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ ചെയ്തതാണ്, അത് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഇനി ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ സുനിൽ എന്ന് പറഞ്ഞ വ്യക്തി പൃഥ്വിരാജിൻ്റെ എഫേർട്ടിനെ കുറിച്ചും ബ്ലസ്സിൻ്റെ എഫേർട്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. രാവിലെ പോലെ നമ്മൾ റിഹേഴ്സൽ ചെയ്തു, ജിബൊക്കെ ഇട്ടിട്ട് എല്ലാം സെറ്റ് ചെയ്ത് പക്ക എല്ലാം ഫോക്കസ് എല്ലാം മാർക്ക് ചെയ്തു. ഒറ്റ ഷോട്ടേ എടുക്കുന്നുള്ളൂ, ഒരു റീടേക്കും ഉണ്ടാവില്ല ആ ഷോട്ടെന്ന് പറഞ്ഞിരുന്നു. പുള്ളിക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു, 72 hours ഫാസ്റ്റിംഗ് എന്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തീരെ വീക്കായിരുന്നു. വണ്ടിയിൽ നിന്ന് എനിക്കൊന്ന് ചെയറിൽ ഇരുത്തിക്കെട്ടൊക്കെ ഉണ്ട് പുള്ളി കൊണ്ടുവന്നു അവിടെ ആ ഷോട്ടിന്. നിർത്തി ആ ഷോട്ട് എടുക്കുക, അപ്പം തന്നെ പാക്കപ്പ്. അങ്ങനെയായിരുന്നത്. എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് ആ ഒരു സിംഗിൾ ഷോട്ടിന് വേണ്ടി. അതെ, അതൊരു സിംഗിൾ ഷോട്ട്, അത് ജിബിലായിരുന്നു. അത് മൂവ്മെന്റ് ഒക്കെ പക്ക. നമ്മൾ എനിക്കൊന്നൊരു 10-15 റിഹേഴ്സലൊക്കെ ചെയ്ത് എല്ലാം പക്ക ലോക്ക്ഡ്, ഒരു തെറ്റുപോലും വരാതിരിക്കാനായിട്ട്. അല്ലല്ല, പുള്ളിയില്ല, കറക്റ്റ് ഷോട്ട്. ബാക്കി നമ്മളെല്ലാം ടെക്നിക്കലി എല്ലാം പക്കയൊക്കെ വെച്ച് കറക്റ്റ് 3:30 ടൈമിന് റോളിങ്. ഈ പടത്തിലെ മിക്കവാറും എല്ലാ ഷോട്ടുകളും അങ്ങനെ ഒരു കൃത്യം സമയം ഉണ്ടായിരുന്നു. ഇന്ന സമയത്ത് റോളിങ്, ആ സമയത്ത് റോൾ ചെയ്യുള്ളൂ. സണ്ണിന്റെ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഇത് ബ്ലസ്സിയായിരുന്നു ഏറ്റവും പർട്ടിക്കുലർ. നമ്മളല്ലെങ്കിലും ബ്ലസ്സിയുടെ ഷാഡോ കളന്ന് നോക്കുമായിരുന്നു. ഇതിന്റെ ഷാഡോ ഇച്ചിരി കൂടുതലുണ്ടാവും, സ്പോട്ടൊക്കെ നോക്കിയിട്ട് അങ്ങനെ അവരെ നോക്കി ബ്ലസ്സിയേട്ടൻ ചെയ്യുക. 2 വ്യക്തികളുടെ എഫേർട്ടിനെ കുറിച്ചായി പറയുന്നത്. നിഴൽ വരെ അളന്ന് നോക്കി അടുത്ത ഒരു ഫ്രെയിം വെക്കുന്ന ബ്ലസ്സി എന്ന് പറഞ്ഞ ഡയറക്ടറും, വണ്ടിയിൽ നിന്ന് നീച്ച് നടക്കാൻ പറ്റാത്ത രീതിയിൽ 72 മണിക്കൂർ ഫാസ്റ്റിംഗ് എടുത്ത പൃഥ്വിരാജും. ഈ എഫേർട്ടിന് വീണ്ടും കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞോ, നോ വറീസ്.